ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുപോകാൻ വേണം, എന്നാലും എനിക്ക് അധികം എമൗണ്ട് ചിലവാക്കാനും അങ്ങനെ കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്കും ഈ ഒരു രാജ്യം തികച്ചും അനുയോജ്യമായിരിക്കും. ലിത്വേനിയ എന്ന് പറയുന്ന രാജ്യത്ത് പഠിക്കാൻ പോകുന്നതിനെ പറ്റി കുറച്ച് ഇൻഫർമേഷൻസ് തരാമോ എന്ന് കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട്. ഇവർ ചോദിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിത്വേനിയനെ പറ്റിയിട്ട് അധികം ആർക്കും അറിയില്ല. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് കുട്ടികൾക്ക് മനസ്സിലായി ലിത്വേനിയയിൽ പഠിക്കാൻ പോകുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൂടെ കൊണ്ടുപോകാമെന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ 1 ഇയർ സ്റ്റേ ബാക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നെ ട്യൂഷൻ ഫീസ് കുറവാണ്, ലിവിങ് എക്സ്പെൻസ് കുറവാണ്. അതും ഈ ഒരു യൂറോപ്യൻ രാജ്യത്ത്, ഷെങ്കൻ സോണിലുള്ള രാജ്യത്ത് പഠിക്കാനും പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ ലിത്വേനിയ എന്ന് പറയുന്ന രാജ്യം എന്താണെന്നും അവിടെ എന്തൊക്കെ കോഴ്സുകൾ പഠിക്കാമെന്നും എങ്ങനെയാണ് അതിന് അഡ്മിഷൻ എടുക്കേണ്ടതെന്നും അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ലിത്വേനിയ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലുള്ള ഷെങ്കൻ സോണിലുള്ള ഒരു രാജ്യമാണ്. സാധാരണ യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ നമ്മൾ യൂറോപ്യൻ ഒരു രാജ്യത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു TRC കിട്ടുകയാണെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ഒരു രാജ്യത്ത് പഠിക്കാനായിട്ട് നമുക്ക് IELTS മാൻഡേറ്ററി അല്ല. സോ പല കുട്ടികൾക്കും IELTS വേണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കാറ് പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ. സോ IELTS വേണ്ടാത്ത രാജ്യങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അത് മാത്രം മതി എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. സോ അഫോർഡബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു രാജ്യത്ത് പഠിക്കാനായിട്ട് നമ്മളൊരു ബാച്ചിലർ പ്രോഗ്രാമൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു 2500 അല്ലെങ്കിൽ 2000 യൂറോ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പല പ്രോഗ്രാംസും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാച്ചിലേഴ്സ് പഠിക്കാം, മാസ്റ്റേഴ്സ് പഠിക്കാം, PhD ഓപ്ഷൻസ് വരെ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് 20 മണിക്കൂർ ഒരാഴ്ചയിൽ പാർട്ട് ടൈം ചെയ്യാനായിട്ട് പറ്റും. പാർട്ട് ടൈം എങ്ങനെ കിട്ടും അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അതേപോലെ തന്നെ ഈ ഒരു രാജ്യത്ത് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ച് കഴിഞ്ഞ് പിന്നെ ജോലി അന്വേഷിക്കണം. ഈ ഒരു ജോലി അന്വേഷിക്കാനായിട്ട് നമുക്ക് 1 വർഷം വരെ ആ ഒരു രാജ്യത്ത് സ്റ്റേ ചെയ്യാം. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രാജ്യത്ത് അഫോർഡബിൾ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ട്യൂഷൻ ഫീസ് കുറവാണ്, അതിൻ്റെ കൂടെ തന്നെ ലിവിങ് എക്സ്പെൻസും കുറവാണ്. ഒരു 600 അല്ലെങ്കിൽ 500, 600, 700 യൂറോ ആ ഒരു മന്ത്ലി റേഞ്ചിൽ നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ചേർത്തിട്ട് നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെയും കൂടെ കൊണ്ടുപോകാം. അതായത് മാസ്റ്റർ പ്രോഗ്രാംസോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള കോഴ്സുകളാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രാജ്യത്ത് കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. മിക്കതും QS വേൾഡ് റാങ്കിങ്ങിലൊക്കെ ടോപ്പ് 500 താഴെ വരുന്നത്, ടോപ്പ് 100 വരുന്നത്, ആ ഒരു കാറ്റഗറിയിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റികളിൽ തന്നെ 2 ടൈപ്പിലാണ് അവർ പറയുന്നത്. ഒന്ന് യൂണിവേഴ്സിറ്റീസ്, ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജസ്. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് എന്ന് പറയുന്ന രീതിയിലുള്ള കോളേജസും ഉണ്ട്. ഇതിൽ എല്ലാം കൂടെ ചേർത്ത് അറൗണ്ട് ഒരു 500-600 പ്രോഗ്രാംസ് നിങ്ങൾക്ക് ബാച്ചിലേഴ്സിലും മാസ്റ്റേഴ്സിലും PhD-യിലൊക്കെ ആയിട്ട് പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഇനി ഈ ഒരു രാജ്യത്ത് പലർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് വരുമ്പോൾ പാർട്ട് ടൈം ജോലി കിട്ടുമോ എന്നുള്ളതാണ്. പാർട്ട് ടൈം ജോലി നമുക്ക് ഇംഗ്ലീഷിൽ ചെയ്യാം, അത് ശരിയാണ്. എന്നാലും നിങ്ങൾക്ക് ലിത്വേനിയൻ ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജ് കൂടെ അറിയുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിപ്പോൾ നമ്മൾ ഏത് യൂറോപ്യൻ രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്നാലും അവിടെ ഉള്ളവരൊക്കെ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും ഒരു ലാംഗ്വേജ് അറിയുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രഗിൾ ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ കണ്ടെത്താനായിട്ട് പറ്റും. പിന്നെ ലിത്വേനിയയിൽ ഡിപ്പെൻഡൻറ്റ് വിസ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിനോട്, അതായത് ഈ ലിത്വേനിയയുടെ അഡ്മിഷൻ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിനോട് നേരിട്ട് ചോദിക്കുക എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കോഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 500-600 പ്രോഗ്രാംസ് ഉണ്ട്. ഈ എല്ലാ പ്രോഗ്രാംസും നമുക്ക് ഒരിക്കലും നേരിട്ട് എനിക്കിപ്പോൾ ഡെലിവറി ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാലും അതിനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി അറിയാനും അല്ലെങ്കിൽ ലിത്വേനിയനെ പറ്റി അറിയാനും കൂടുതലായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ ഒരു ചെറിയ കമ്മ്യൂണിറ്റി വെബ്സൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ താഴെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് കാണാം. norwell.in എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ കയറുക, അതിൽ norwell.in എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു പേജിൽ നിങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളും കാണാൻ പറ്റും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ലിത്വേനിയ കാണാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ആ രാജ്യത്തിൻ്റെ അഡ്മിഷൻ റിക്വയർമെൻറ്റ്സുകളും ക്രൈറ്റീരിയകളും എല്ലാ കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു രാജ്യത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ കോഴ്സുകളെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ട്, അതേപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് വിസയെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രാജ്യത്തിൻ്റെ ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലിത്വേനിയയുടെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് നിങ്ങളെ വിളിച്ച് ഈ ഒരു ലിത്വേനിയയുടെ അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടും കോഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു രാജ്യത്തിൻ്റെ പല ഗുണങ്ങളും പല വിശേഷങ്ങളും എല്ലാം പറഞ്ഞു. എന്നാലും ഈ ഒരു രാജ്യത്തിൻ്റെ കുറച്ച് പോരായ്മകളുണ്ട്, അതും ഞാൻ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ ഈ ഒരു രാജ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നതാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ എല്ലാ രാജ്യത്തിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ കുറച്ച് പോരായ്മകൾ കൂടെ ഞാൻ പറയാം. ഒന്നാമത്തേത്
ഈ ഒരു രാജ്യത്തിൻ്റെ ലോക്കൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല എന്നുള്ളതാണ്. മറ്റെല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെയും ഇവിടെ ലോക്കൽ ലാംഗ്വേജ് അവരുടേതായ ലാംഗ്വേജ് ആണ്. സോ നമുക്ക് ആ ഒരു ലാംഗ്വേജ് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വരുന്നു. ഭാവിയിൽ ഒരു ജോലി കിട്ടാനും അല്ലെങ്കിൽ നമ്മളൊന്ന് സെറ്റിൽ ആവുന്ന സമയത്തും ഈ ഒരു ലാംഗ്വേജ് എന്തായാലും പഠിക്കേണ്ടി വരും. പിന്നെ വേറൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ലിത്വേനിയ ആയാലും ഏത് യൂറോപ്യൻ രാജ്യമായാലും അത്യാവശ്യം ഒരു കോൾഡ് ക്ലൈമറ്റ് ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ചില ആൾക്കാർക്ക് തണുപ്പ് അത്രത്തോളം ഇഷ്ടമല്ല, ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു രാജ്യം കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ മാൾട്ടയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളൊക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ UK പോലെ അല്ലെങ്കിൽ കാനഡ പോലെ ഒരു മേജർ അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷനൊന്നും അല്ല. അതായത് ഒരുപാട് യൂണിവേഴ്സിറ്റീസും അതിൽ ഒരു 1000, 2000, 10,000 കണക്കിന് പ്രോഗ്രാംസും അങ്ങനെയൊന്നും ഈ ഒരു രാജ്യത്തില്ല. സോ അതുകൊണ്ട് കുറച്ച് നല്ല അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ലിത്വേനിയയിലുള്ളത്. സോ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രോഗ്രാം ആണെങ്കിൽ വല്ല കുഴപ്പമൊന്നുമില്ല. അതല്ല ചിലപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന കുറച്ച് റെയർ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു രാജ്യത്ത് കണ്ടില്ല എന്ന് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ വേണമെങ്കിൽ അന്വേഷിക്കുകയും ചെയ്യാം. സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് ഏത് രാജ്യത്തും ഉണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട്. എന്നാലും ഈ ലിത്വേനിയ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ പോയിന്റ് കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു രാജ്യം സ്യൂട്ട് ആവുന്നതെന്ന് ഞാൻ പറയാം. അതായത് ചില ആൾക്കാർക്ക്, ചില വിദ്യാർത്ഥികൾക്ക് അവർക്ക് പഠിക്കാൻ പോകുമ്പോൾ അവരുടെ ഡിപ്പെൻഡൻസിനെ കൂടെ കൊണ്ടുപോകണമെന്ന് പറയാറുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിപ്പെൻഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾക്കിത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തേത്, ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുപോകാൻ വേണം, എന്നാൽ എനിക്ക് അധികം എമൗണ്ട് ചിലവാക്കാനും അങ്ങനെ കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്കും ഈ ഒരു രാജ്യം തികച്ചും അനുയോജ്യമായിരിക്കും. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് രണ്ടും വേണം, എനിക്ക് IELTS അറ്റൻഡ് ചെയ്യാനും മടിയാണ്, IELTS ഇല്ലാതെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് പറയുന്ന ആൾക്കാർക്കും ഈ ഒരു രാജ്യം വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. സോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ norval.in എന്ന് പറയുന്ന നമ്മളുടെ കമ്മ്യൂണിറ്റി വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കുക. അതിനകത്ത് എല്ലാ രാജ്യങ്ങളുടെയും ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് കിട്ടുന്നില്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരയ്ക്കും ബൈ.